ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ചെറുപയർ മുളപ്പിക്കാമെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ അത് വെച്ചിട്ടൊരു തോരനും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് ചെറുപയർ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 12 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് രാവിലെ ഒരു 8 മണിക്കാണ്. അപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നോക്കിയാൽ മതിയാവും. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പം രാത്രി ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ എന്തായിട്ടുണ്ടെന്ന് ഒന്ന് നോക്കാം. ഇപ്പോൾ ചെറുപയറൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ചെറുപയറൊക്കെ ഇപ്പം നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിലേക്ക് ഒരു വൃത്തിയുള്ള ക്ലോത്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തോർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് നമുക്കിത് കിഴികെട്ടി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഇതേ പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നോക്കിയാൽ മതിയാവും. ഇതിപ്പം പിറ്റേ ദിവസം ഒരു 12 മണിക്ക് ആയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചെറുപയർ എന്തായിട്ടുണ്ടെന്ന് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ടേ. അത്യാവശ്യം നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ വരെ വെച്ചാൽ മതിയാവും. നമുക്കിത് വെച്ചൊരു തോരൻ തയ്യാറാക്കാം. ഇതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു 10ഓളം ചെറിയുള്ളിയും ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുളപ്പിച്ചിട്ടുള്ള പയർ 1 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ ഒരു 6 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി വീണ്ടും ഇതൊന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടേ. അപ്പോൾ ചെറുപയറൊക്കെ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം.
മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.